ഇനി നമ്മൾ പോകുന്നത് ധർമ്മസ്ഥലയിലേക്കാണ്. ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹം മറവ് ചെയ്യുന്നത് കണ്ടതിന് ദൃക്സാക്ഷികൾ. പ്രദേശവാസികളായ 6 പേർ SITയെ സമീപിച്ചിരിക്കുന്നു. അതിനിടെ പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുണ്ട്. മാർക്ക് ചെയ്യാത്ത സ്ഥലത്തു നിന്ന് ലഭിച്ചത് ഒരു പൂർണ്ണ മനുഷ്യാസ്ഥികൂടവും ഒരു തലയോട്ടിയുമാണ്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ഇത്രയും കാലമുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം ഇതായിരുന്നു. 100 കണക്കിന് മൃതദേഹങ്ങൾ മറവ് ചെയ്തു എന്ന് ഇയാൾ അവകാശപ്പെടുമ്പോഴും ധർമ്മസ്ഥല പോലെ ഒരു ചെറിയ സ്ഥലത്ത് ഒരേ മേഖലയിൽ ഇത് ചെയ്യുമ്പോഴും ആരും ഇത് കണ്ടിട്ടില്ല എന്നൊരു സംശയം എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ SITയെ സമീപിച്ചിരിക്കുന്ന ആളുകൾ എത്രത്തോളം വിശ്വാസയോഗ്യമായ മൊഴിയാണ് നൽകുന്നത്? അത് ഈ കേസിന് എത്രത്തോളം ബലം പകരുന്നതാണ്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പുറത്തു വരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് 13ാം പോയിന്റിലാണ്. ഈ പോയിന്റിൽ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്തു എന്ന് പറയുന്ന ഇവിടെ ഈ മറവ് ചെയ്തതിന് കണ്ടതിന് ദൃക്സാക്ഷികൾ ഉണ്ടെന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. അതായത് പ്രദേശവാസികളായ 6 പേരാണ് ഇപ്പോൾ SITയെ സമീപിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്ത് 13ാം നമ്പറാണ്. 1 മുതൽ 13ാം നമ്പർ വരെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ പോയിന്റാണിത്. ഇത് നേത്രാവതി പുഴയ്ക്ക് സമീപം സ്നാനഘട്ടയ്ക്ക് സമീപമാണ് ഈ ഒരു സ്ഥലം. ഇവിടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നത് കണ്ടു എന്ന ദൃക്സാക്ഷികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. 6 പേരാണ് ഇത്തരത്തിൽ SITയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. ഇവരുടെ സഹായം കൂടി ഇപ്പോൾ ഈ തെരച്ചിലിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ SIT സംഘം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലം കുഴിച്ച് പരിശോധിക്കാനെത്തും. ശുചീകരണ തൊഴിലാളിയുമായി ആയിരിക്കും എത്തുക. ഈ പുതുതായി വന്ന ദൃക്സാക്ഷികൾ ഈ 13ാം പോയിന്റിലാണ് ഇത്തരത്തിൽ മൃതദേഹം മറവ് ചെയ്തു എന്ന് കണ്ടു എന്ന് ഇവർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. നേരത്തെ വളരെ രഹസ്യമായാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്തത്. മറ്റൊരു സാക്ഷികൾ ഈ സംഭവത്തിൽ ഇല്ല എന്നായിരുന്നെങ്കിൽ അതിപ്പോൾ നിർണായകമായൊരു ട്വിസ്റ്റിലേക്ക് പോകുന്നു. ഇവിടെ മൃതദേഹങ്ങൾ മറവ് ചെയ്തത് കണ്ടതായി വെളിപ്പെടുത്തലുമായി 6ഓളം പ്രദേശവാസികളാണ് SITയെ സമീപിച്ചിരിക്കുന്നത്. അവരെയും കൂടെ ഇപ്പോൾ അല്പസമയത്തിനകം ഇവിടെ എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ 13ാം പോയിന്റിലേക്ക് വന്നാൽ ഇവിടെ ഒരുപാട്, അതായത് ഒന്നിലധികം മൃതദേഹങ്ങൾ മറവ് ചെയ്തു എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇത് പ്രത്യേകിച്ച് ഈ ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്ന സ്ഥലമാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ ക്യാമറ പാൻ ചെയ്താൽ നമുക്ക് കാണാം. അത് ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്നും ഇത്തരത്തിൽ ഇയാളെ ഇതിന് തൊട്ട് സമീപത്തായുള്ള ഈ 13ാം പോയിന്റിലാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ മറവ് ചെയ്തു എന്ന് പറയുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നത് ഇപ്പോൾ പ്രാഥമിക ഈ ഫോറൻസിക് പരിശോധനാ ഫലമാണ്. ഈ മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടത്തിനൊപ്പം ഒരു തലയോട്ടിയും ഉണ്ട് എന്ന ഒരു പുതിയ വിവരം വരുന്നു. അതോടൊപ്പം 60 അസ്ഥികളുണ്ട്. ഈ അസ്ഥികൾ ഒരേ 2 പേരുടേത് മാത്രമല്ല, കൂടുതൽ ആളുകളുടെ അസ്ഥികളുണ്ട് എന്ന വിവരം കൂടി വരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും ലഭിച്ചിരിക്കുന്നത് 4ലധികം ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ആണെന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഏതായാലും ഫോറൻസിക് പരിശോധനാ ഫലം പൂർണ്ണമായും ഉള്ള ഫോറൻസിക് പരിശോധനാ ഫലമല്ല ഇപ്പോൾ വന്നിട്ടുള്ളത്. പ്രാഥമികമായ പരിശോധനാ ഫലമാണ്. അതിലാണിപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടം അതോടൊപ്പം ഒരു തലയോട്ടിയും കണ്ടുവെന്ന വിവരം വരുന്നത്. അതോടൊപ്പം കൂടുതൽ ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി ലഭിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനം ഈ 13ാം പോയിന്റാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാൾ മറവ് ചെയ്ത് മാർക്ക് ചെയ്ത് പരിശോധിച്ച വനമേഖല പോലൊരു പ്രദേശമല്ല. അത് കുറച്ചുകൂടി ഇപ്പോൾ ബൈജു ആ ഭാഗത്ത് നിൽക്കുമ്പോൾ കാണുമ്പോൾ തോന്നുന്നത് കുറച്ചുകൂടി ഒരു ഓപ്പൺ സ്പേസ് ആണ്. അങ്ങനെ ഒരിടത്ത് ഇത്രയും കാലം ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളി ഈ നാട്ടിൽ നിന്ന് പോയിട്ടേ എത്രയോ വർഷങ്ങളായി. അവിടെ അങ്ങനെ ഒരു തരം പരിശോധനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടലോ ഒന്നും നടക്കാതെ അത് അതുപോലെ കിടന്നു എന്നതൊക്കെ ഒരു കുറച്ച് അത്ഭുതകരമായി തോന്നുന്നു. ശ്രീജ, ഇത് 15 വർഷത്തിന് മുൻപുള്ള സംഭവമാണ്. ആ സമയത്ത് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇത് സ്നാനഘട്ട, അതായത് ഒരുപാട് ഇത്തരത്തിൽ ഇവിടെ എത്തുന്ന ഭക്തർ ഇവിടെ കുളിക്കാനും മറ്റും ഇറങ്ങുന്ന സ്നാനഘട്ടയാണ്. ആ സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള ഒരു റോഡാണിത്. ഈ റോഡ് നാട്ടുകാർ പറയുന്നത് നേരത്തെ ചെറിയൊരു നടവഴി മാത്രമായിരുന്നു എന്നാണ് ആ കാലഘട്ടങ്ങളിൽ. ഈ അടുത്താണ് ഇത് വലിയ തോതിൽ വികസനം ഉണ്ടായിരിക്കുന്നത് ഈ റോഡിന്റെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തിരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം
ദുഷ്കരമാണ്, എത്രത്തോളം ഇവിടെ ഈ പ്രായോഗികമാണെന്ന് എന്നാലും പരിശോധന തുടങ്ങിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. പ്രധാനമായും JCB ഉപയോഗിച്ച് പരിശോധന നടത്തുന്നെങ്കിലും ഈ കുഴിയെടുക്കുന്ന ആ രീതിക്ക് JCB ഉപയോഗിക്കുന്നില്ല. കാരണം തെളിവുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അത് തൊഴിലാളികളെ ഉപയോഗിച്ച് തന്നെയാണ് ആ പരിശോധന നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം ആ സ്നാനഘട്ട എന്ന് പറയുന്ന ആ സ്ഥലം. അതിന് തൊട്ട് സമീപത്ത് വർഷങ്ങൾക്ക് മുൻപ് ഇത് ചെറിയൊരു നടവഴി പോലെയായിരുന്നു. ഇവിടെ അത്രയൊന്നും കൂടുതൽ ആളുകൾ ഇതിൽ സഞ്ചരിക്കാത്തൊരു വഴിയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ദൃക്സാക്ഷികൾ ഇയാൾ ഇത് രഹസ്യമായി മറവ് ചെയ്യുമ്പോൾ അത് കണ്ടു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് 6ഓളം പേർ ഇപ്പോൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ കാണുന്ന ദൃശ്യം ഇതാണ് ഇവിടുത്തെ സ്നാനഘട്ട. ഒരു പക്ഷേ ആദ്യം നമ്മളിവിടെ എത്തിയപ്പോൾ അതിനകത്ത് പോലും പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ ഭീഷണിയൊക്കെ നേരിട്ട സ്ഥലമാണിത്. ഈ ശുചീകരണ തൊഴിലാളി വർഷങ്ങളോളം ജോലി ചെയ്തൊരു സ്ഥലം കൂടിയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലം. ഇനി നമുക്ക് അതിന് തൊട്ട് ക്യാമറ പാൻ ചെയ്താൽ മാത്രം അതിൻ്റെ ദൂരം മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ കണ്ട 13ാം പോയിന്റിലേക്കാണ് നമ്മളുടെ ക്യാമറ ഇപ്പോൾ ചലിക്കുന്നത്. ഇതാണ് 13ാം പോയിന്റ്. ഈ റോഡ് അല്പം വീതി കൂടിയിട്ടുണ്ട്, കൂടുതൽ മണ്ണുകൾ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്, ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പരിശോധന വളരെ നിർണായകമാണ്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികം എന്നത് അല്പസമയത്തിലേക്ക് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം 11:30 കൂടിയാണ് ഇത്തരത്തിലുള്ള പരിശോധന ഇവിടെ ആരംഭിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അങ്ങനെയായിരുന്നു. 13ാമത്തെ പോയിന്റാണ്, ഏറ്റവും അവസാനമായി മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റാണ് ഇത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 8 ദിവസമാകുന്നു ഈ മണ്ണ് കുഴിച്ചുള്ള പരിശോധന. ഇവിടെ ശക്തമായ പോലീസ് കാവലേർപ്പെടുത്തിയിരിക്കുന്നു. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡായി ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടെ പോലീസിന്റെ കൃത്യമായ സാന്നിധ്യമുണ്ട്. ആയുധധാരികളായ 4ഓളം പോലീസ് ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും ഇവിടെ ഇത്തരത്തിൽ കാവൽ നമുക്ക് അത് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഇത്തരത്തിൽ കാവൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ പരിശോധന ഇത് കഴിഞ്ഞാൽ ഇനി SITയുടെ നീക്കമെന്ത്, അത് വളരെ പ്രധാനമാണ്. കാരണം ഇനി തുടർന്നുള്ള പരിശോധന എങ്ങനെയാണ്? 14ഉം 15ഉമാണ് ശ്രീജ ഈ സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റുകളായി വരുന്നത്. ആ ഭാഗങ്ങൾ പരിശോധിക്കാൻ ഇനി SIT മുന്നോട്ട് പോകുമോ? ഏതായാലും DGP ഇന്ന് ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തുമെന്ന ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ DGP ഇത് സംബന്ധിച്ച് ഇതുവരെയുള്ള വിവരങ്ങൾ വാർത്താ സമ്മേളനം ഉണ്ടാകുമോ? അതും വളരെ പ്രധാനമാണ്. ഇനി ഫോറൻസിക് പരിശോധനാ ഫലത്തിനോടൊപ്പം തന്നെ എന്തൊക്കെ വസ്തുക്കളാണ് ഇവിടെ നിന്ന് ലഭിച്ചത്, ആ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അതേതായാലും ഇന്ന് SIT ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചേക്കാം. വളരെ പ്രധാനമാണ്. വളരെ നിർണായകമായ വിവരങ്ങൾ. ഒന്നിലധികം മനുഷ്യരുടെ തലയോട്ടി, അതായത് ഒരു പൂർണ്ണ അസ്ഥികൂടത്തിന് പുറമെ ഒരു തലയോട്ടി കൂടിയുണ്ട്. അത്രത്തോളം അസ്ഥികളുണ്ട്. അതായത് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതിലേക്ക് കാര്യങ്ങൾ പതുക്കെ പതുക്കെ നീങ്ങുകയാണ്. ഇത്രയും കാലം അവഗണിച്ചു വിട്ട വിവരങ്ങൾ ഇനി അങ്ങനെ ആവില്ല എന്നതേതായാലും ഈ പോയിന്റിൽ ഈ ഫോറൻസിക് പ്രാഥമിക ഫലങ്ങൾ വരുമ്പോൾ തന്നെ ഉറപ്പിച്ചൂടെ? തീർച്ചയായും ഉറപ്പിക്കാം ശ്രീജ. കാരണം അത് 4ഓളം പേരുടെ അസ്ഥിഭാഗങ്ങളാണ് കണ്ടെത്തിയെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഒപ്പം നമുക്ക് നേരത്തെ ലഭിച്ച വിവരം ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടം ലഭിച്ചു എന്നാണ്. പക്ഷേ അതിനുമപ്പുറം ഒരു തലയോട്ടി കൂടി ഉണ്ട് എന്ന് ഫോറൻസിക് പ്രാഥമിക പരിശോധനാ ഫലം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം ലഭിച്ച 60ഓളം അസ്ഥികൾ അത് കൂടുതൽ ആളുകളുടേതാണെന്നതും വളരെ പ്രധാനമാണ്. ഇനി കൂടുതൽ വിദഗ്ധ പരിശോധന നടന്നാൽ മാത്രമേ ഇത് എത്ര വർഷം പഴക്കമുള്ളതാണ്, സ്ത്രീയുടേത് ആണോ പുരുഷൻ്റെതാണോ, അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. ഏതായാലും അത് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. അപ്പോഴും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ SIT ശ്രമിക്കുന്നത്. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ മുഴുവൻ ഇടങ്ങളും അതല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടുന്ന മുഴുവൻ ഇടങ്ങളും പരിശോധിക്കുമെന്നാണ് SIT വ്യക്തമാക്കിയിരുന്നത്. നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങൾ കാണാം, എത്ര വലിയ ഏരിയയിലാണ് ഇതിപ്പോൾ ഇത്തരത്തിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്ന് കാണാം. ഇത്രത്തോളം കുഴി ഇവിടെ എടുക്കേണ്ടതുണ്ട്. നമുക്കിപ്പോൾ റിബൺ കാണാം. ആ റിബണിന് ചുറ്റുമുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കുഴിച്ച് പരിശോധിക്കേണ്ടത്. ഒരു പക്ഷേ ഈ പ്രവൃത്തി തുടങ്ങിയാൽ ഇവർ ഇവിടെ മറച്ച് വെച്ച് നമ്മൾ ഒരുപക്ഷെ ഇവിടെ ക്യാമറ അനുവദിക്കില്ല, ഇവിടെ നമ്മളെ മാറ്റിയേക്കാം. ഇപ്പോൾ പരിശോധനാ സംഘം എത്തിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിക്കാൻ സാധിക്കുന്നത്. ഇതൊരു പ്രാദേശിക റോഡാണ്. ദേശീയപാതയിൽ നിന്നും മാറി KSRTC ബസ് സ്റ്റാൻഡൊക്കെ ഉള്ള ആ ഭാഗത്തു നിന്നും മാറി ഒരു പ്രാദേശിക റോഡാണ്. ആ റോഡിന് സമീപമുള്ള കുഴിയാണ് സ്നാനഘട്ട. ശുചീകരണ തൊഴിലാളി വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന സ്നാനഘട്ടയ്ക്ക് തൊട്ട് സമീപമുള്ള റോഡാണ്. വാഹനങ്ങൾ മൃതദേഹങ്ങൾ എത്തിക്കും. അതുപോലെ ഈ നേത്രാവതി പുഴയിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ വലിയ തോതിൽ ബലാത്സംഗം ചെയ്ത രീതിയിലും കൈകാലുകൾ കെട്ടിയിട്ട രീതിയിലുമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് നേരത്തെയൊക്കെ സൂചിപ്പിച്ചത്. അത് പത്മലതയുടെ കേസ് നോക്കിയാൽ നമുക്കറിയാം. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും
വെറും അസ്ഥികൂടമായി കയ്യും കാലും കെട്ടിയിട്ട നിലയിലായിരുന്നു ആ മൃതദേഹം എത്തിയിരുന്നത്. അതൊരു മലയാളി കുടുംബമാണ്. അങ്ങനെ അത്തരത്തിലുള്ള മൃതദേഹങ്ങളും ഈ ഭാഗത്ത് മറവ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമാവുക കൂടുതൽ സാക്ഷികൾ രംഗത്ത് വരുന്നുണ്ട് എന്നതാണ്. അത് ഈ കേസിനെ കൂടുതൽ ബലപ്പെടുത്തും. അന്വേഷണം കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം SITക്ക് മുന്നിൽ ഉണ്ടാകും. SIT ഉദ്യോഗസ്ഥർക്ക് ഇവർ മൊഴി നൽകിയിരിക്കുന്നു. SIT ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ 6 പേർ, പ്രാദേശികരായ 6 പേർ, നമുക്ക് ഈ കാണുന്ന ഈ 13 എന്ന് പറയുന്ന ഈ പോയിന്റിലാണ് ഇത്തരത്തിൽ ദൃക്സാക്ഷികൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. 6 പേരാണ് ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളി ഇവിടെ മൃതദേഹം കുഴിച്ചിട്ടത് കണ്ടു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. നേരത്തെയൊന്നും ഇതിൽ ഏക സാക്ഷിയായിരുന്നു ഈ ശുചീകരണ തൊഴിലാളിയെങ്കിൽ കൂടുതൽ പേർ ഇത്തരത്തിൽ ഇത് മൃതദേഹം സംസ്കരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. SITക്ക് മുന്നിൽ കൂടുതൽ തെളിവുകൾ വരുന്നു, കൂടുതൽ പരാതികൾ വരുന്നു. എന്തായാലും ഇനി എന്താണ് SITയുടെ നീക്കം, അത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ അത്രത്തോളം നിർണായകമായി മാറുന്നു. ശ്രീജ, മൃതദേഹം മറവ് ചെയ്യുന്നത് ശുചീകരണ തൊഴിലാളി മൃതദേഹം മറവ് ചെയ്യുന്നത് കണ്ടു എന്ന വെളിപ്പെടുത്തൽ വരുമ്പോൾ അത് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. കാരണം ഇത്രയും നാൾ ഈ ഒരൊറ്റ മൊഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 100-ലേറെ മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് എന്നൊരൊറ്റ മൊഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ സാധൂകരിക്കാൻ പറ്റുന്ന തെളിവുകൾ ഹാജരാക്കാമെന്ന് പറഞ്ഞിട്ടും അതിൽ പോലീസ് മെല്ലെപ്പോക്കാണ് തുടർന്നിരുന്നത്. ഒടുവിൽ DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വന്നതിന് ശേഷമാണ് അന്വേഷണം തുടങ്ങിയത്. ഇപ്പോൾ ഇതാ ഇയാൾ മറവ് ചെയ്യുന്നത് കണ്ടു എന്ന് അവകാശപ്പെട്ട് 5-ലധികം പേർ ഇപ്പോൾ SITയെ സമീപിച്ചിരിക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ ബൈജു, ഇപ്പോൾ ഈ കേസിൽ മുന്നോട്ട് വരുന്ന തെളിവുകൾ വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടുന്നു, എല്ലാവരും ഈ വാർത്ത ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വരുന്നു. അപ്പോൾ ഈ പ്രദേശവാസികൾക്ക്, ഇപ്പോൾ ഈ മൊഴി നൽകിയ പ്രദേശവാസികൾക്കൊരു ആത്മവിശ്വാസം അത് പൊതുവെ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? ആ മേഖലയിൽ ഇത്രയും കാലം ഒറ്റയ്ക്ക് പൊരുതിക്കൊണ്ടിരുന്ന ആക്ഷൻ കൗൺസിലിനൊക്കെ ഇത് എത്രത്തോളം ധൈര്യം പകരുന്നുണ്ട് കൂടുതൽ പേർ രംഗത്ത് വരുന്നത്? ശ്രീജ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണത്. ഇപ്പോൾ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നു എന്നത് തന്നെയാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ വഴിത്തിരിവ്. അതോടൊപ്പം കൂടുതൽ പേർ സാക്ഷികളായി, അതായത് ഒരുപക്ഷെ ഇതുവരെ പുറത്ത് പറയാൻ മടിച്ച ആളുകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നു, പരാതിയുമായും തെളിവുമായും മുന്നോട്ട് വരുന്നു എന്നാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അതായത് 4ഓളം പുതിയ പരാതികൾ വന്നിരിക്കുന്നു. അതിൽ തിരോധാനമുണ്ട്, ദുരൂഹ മരണങ്ങളുണ്ട്, ആത്മഹത്യ എന്ന് പോലീസ് എഴുതിത്തള്ള കേസുകൾ വരെയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ഈ കേസന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാകും. അതായത് ഈ ശുചീകരണ തൊഴിലാളിയിൽ മാത്രം ഒരു ഏക സാക്ഷിയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു കേസിൽ കൂടുതൽ തെളിവുകൾ വരുന്നത് ഈ കേസിനെ ബലപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു പക്ഷേ ഇനി കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധന നടത്താൻ അത് പ്രചോദനമാകും, അതല്ലെങ്കിൽ അത്തരത്തിൽ സമ്മർദ്ദത്തിലാകും എന്ന് പറയേണ്ടി വരും. ഇനിയിപ്പോൾ ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഈ ശുചീകരണ തൊഴിലാളി അത് മാർക്ക് ചെയ്യാത്തൊരു സ്ഥലമാണ്. അവിടെ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ വലിയ തോതിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. ആ പ്രദേശം ഒരുപക്ഷെ ഇന്ന് 13, ഇത് ഉച്ചയോടുകൂടി ഈ 13 മാർക്ക് ചെയ്ത സ്ഥലം ഒരുപക്ഷെ പൂർത്തിയായേക്കാം, ഇത് പരിശോധന പൂർത്തിയായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു ദിവസം 2 സ്ഥലങ്ങൾ 2 പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്താൻ സാധിച്ചത്. 11:30 കൃത്യം സംഘമെത്തും, 6:30 ഈ പരിശോധന പൂർത്തിയാക്കും. അങ്ങനെ ഒരു രീതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഒരു ദിവസം മാത്രമാണ് 11ാമത്തെ പോയിന്റിൽ പരിശോധന നടത്താതെ വനത്തിനകത്ത് യാദൃശികമായി വനത്തിനകത്ത് പോവുകയും അവിടെ നിന്നും ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ഫോറൻസിക് പരിശോധനാ ഫലം, അത് പ്രാഥമികമായുള്ള പരിശോധനാ ഫലമാണ്. അത് എത്രത്തോളം പഴക്കമുള്ളതാണ്, ഇത് എത്ര സ്ത്രീയുടെ പുരുഷൻ്റേത്, അതെല്ലാം ഇതിൽ നിർണായകമാണ്, വളരെ നിർണായകം. ഇത് എത്രത്തോളം പഴക്കമുണ്ട് എന്നതാണ്. ആ കാര്യങ്ങൾ ഏതായാലും പുറത്തു വരാനുണ്ട്. അതും ഉടൻ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിൽ എല്ലാ തെളിവുകളും പോലീസ് വളരെ വേഗത്തിൽ ഉണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് ജൂലൈ 3-നാണ് ശുചീകരണ തൊഴിലാളി ആദ്യം ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകുന്നത്. ജൂലൈ 4-ന് കേസെടുക്കുന്നു, പക്ഷേ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ജൂലൈ 19-ന് ഈ SIT, അതായത് DGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള SITയെ രൂപീകരിക്കുന്നു. SIT രൂപീകരിച്ചതിന് ശേഷം വളരെ വേഗത്തിലായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയത്. അതായത് ഇത് കുഴിച്ചു പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 13 ഇടങ്ങളിൽ മാർക്ക് ചെയ്യുന്നു. കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകളോടെ വളരെ രഹസ്യ സ്വഭാവത്തിൽ ഈ പരിശോധന നടക്കുന്നു. ഇതിൽ ഇന്ന് നിർണായകമാവുക 14-15
പോയിന്റാണ്. ആ 14ഉം 15ഉം പോയിന്റ് വരുന്നത് സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളിലാണ്. ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റിലും 14 പോയിന്റ് വരുന്നുണ്ട്. ആ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന നടത്തുമോ? അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഇയാളുടെ മൊഴി. അതായത് 70 ഇടങ്ങൾ ഈ ഭാഗത്ത് ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ 70 ഇടങ്ങളിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് മൊഴി. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അനന്യ ഭട്ടിന്റെ മൃതദേഹം ഇവിടെ നിന്നും കണ്ടെത്താൻ കഴിയുമോ എന്നതാണ്. അത് തന്നെയാണ് SIT ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആ അസ്ഥികൂടവും അതോടൊപ്പം ലഭിച്ചിരിക്കുന്ന അസ്ഥികളും അതിൽ ഏതെങ്കിലും ഒന്ന് അനന്യ ഭട്ടിന്റെ അമ്മയുടെ DNA മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കേസിൽ തന്നെ അത് വലിയ വഴിത്തിരിവാകും. അതുപോലെ ഈ കേസിൽ ആരോപണ വിധേയരായവരെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് SIT കടക്കാൻ സാധിക്കും. അതാണ് SIT പ്രധാനമായി ഇപ്പോൾ നോക്കുന്നത്. പരാതിയുള്ള ഒരു കേസിൽ ആ ഒരു മൃതദേഹ ആവശ്യം അല്ലെങ്കിൽ ആ മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നതാണ് SIT പരിശോധിക്കുന്നത്. ശുചീകരണ തൊഴിലാളിക്ക് കൃത്യമായി ആ അനന്യ ഭട്ടിന്റെ കൃത്യമായ രൂപസാദൃശ്യം നേരത്തെ തന്നെ ഈ അമ്മ സുജാത ഭട്ട് നൽകിയിരുന്നു. അതോടൊപ്പം SITക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും അന്ന് ഉടുത്തിരുന്ന വസ്ത്രം ഏത് രൂപസാദൃശ്യം ഒക്കെ SITക്ക് നൽകിയിരുന്നു. അങ്ങനെയുള്ളൊരു മൃതദേഹം ഇവിടെ സംസ്കരിച്ചു എന്നാണ് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത്. അതാണ് പെട്ടെന്ന് വനത്തിനകത്തേക്ക് ഒരു പരിശോധന നടത്താൻ കാരണം. അവിടെ ആയിരിക്കാമോ ഈ അനന്യ ഭട്ടിനെ ഇത്തരത്തിൽ സംസ്കരിച്ചെന്ന ഒരു സൂചനയൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നമുക്ക് കൃത്യമായ ഒരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ ഒരു വിവരമോ പുറത്തു വരാത്തതുകൊണ്ടാണ് ആ വാർത്ത നമ്മൾ പുറത്തുവിടാത്തത്. അത് ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ കൂടുതലിടങ്ങളിൽ പരിശോധിക്കുമ്പോൾ അതിനുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കേണ്ടി വരും. ഒരു ഷൂസ് ധരിച്ച ഇത്തരത്തിൽ ഒരു കുട്ടിയെ ഇത്തരത്തിൽ സംസ്കരിച്ചു താൻ എന്നാണ് ഈ മേഖലകളിൽ അതിൽ 11 മുതൽ 11-12 വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. ഈ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ അനന്യ ഭട്ടിന്റെ മൃതദേഹം ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് പ്രധാനമായും അന്വേഷണ സംഘം നോക്കുന്നത്. കൂടുതൽ ഈ കേസിനെ ബലപ്പെടും. അങ്ങനെ ഒരു മൃതദേഹാംശം ലഭിക്കുകയാണെങ്കിൽ അത് ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും. കാരണം അതിൽ പരാതിക്കാരുണ്ട്. ഒപ്പം പരാതിക്കാരുടെ DNA സാമ്പിൾ പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ DNA പരിശോധനാ ഫലം മാച്ച് ചെയ്യുകയാണെങ്കിൽ അമ്മ സുജാത ഭട്ടിന്റെ DNA പരിശോധനാ ഫലം മാച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അനന്യ ഭട്ടിന്റെ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പുറത്തു വരും എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ 13 എന്ന പോയിന്റാണ് ഇന്ന് ഈ ആദ്യഘട്ടം നടക്കുന്ന ഈ തെരച്ചിലിൽ മണ്ണ് കുഴിച്ചുള്ള തെരച്ചിലിലെ ഏറ്റവും അവസാനമായി മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്. ഈ പോയിന്റ് വളരെ നിർണായകമാണ്. ഒരുപാട് മൃതദേഹങ്ങൾ ഈ ഭാഗത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ഈ മൊഴി. ശുചീകരണ തൊഴിലാളി ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂടുതൽ രാത്രികാലങ്ങളിലൊക്കെ ഇവിടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, സ്ത്രീകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ്, ഈ മണ്ണിൽ കുഴിച്ചിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. എത്രത്തോളം പ്രായോഗികമാണ് ഈ ഇവിടെ മണ്ണ് കുഴിച്ചുള്ള പരിശോധന എന്ന് അത് നമുക്ക് അല്പസമയം കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം ഈ റോഡ് വളരെ ചെറിയൊരു വഴിയായിരുന്നു. പിന്നീട് അത് മണ്ണിട്ട് ഇത്തരത്തിൽ ഉയരം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നല്ല താഴ്ചയിലേക്ക് ഈ പരിശോധന നടത്തേണ്ടി വരും. അത് JCB ഉപയോഗിച്ചല്ല മണ്ണ് നീക്കുന്നത്. അങ്ങനെ നീക്കിയാൽ ഈ അസ്ഥി വളരെ പഴക്കമുള്ള അസ്ഥികളാണെന്ന് വെളിപ്പെടുത്തലിലൂടെ തന്നെ അത് തെളിവുകൾ നശിക്കാൻ സാധ്യതയുണ്ട്. തൊഴിലാളികൾ ഉപയോഗിച്ച് വളരെ സാവധാനമാണ് പരിശോധന. ഒരുപക്ഷെ ഇവിടെ ഒരു ദിവസം തന്നെ ഇന്ന് എടുത്തേക്കാം. ഇത്ര വലിയൊരു സ്പോട്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതെല്ലാം വളരെ ചെറിയ സ്പോട്ട്. ഒരു മൃതദേഹം അല്ലെങ്കിൽ 2-3 മൃതദേഹങ്ങൾ സംസ്കരിച്ചു എന്ന് പറയുന്നതാണ്. ഇവിടെ കൂട്ടമായി സംസ്കരിച്ചു എന്ന് പറയുന്ന സ്ഥലമാണ്. അതിൽ ഇത്തരത്തിൽ ആളുകൾ കൊണ്ട് ഏൽപ്പിച്ച മൃതദേഹങ്ങളുണ്ട്. ഒപ്പം ഈ നേത്രാവതി പുഴയിൽ ഇത്തരത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ഒഴുകി വരാറുണ്ടായിരുന്നു. അത്തരം മൃതദേഹങ്ങളും ഈ ഒരു ഭാഗത്ത് സംസ്കരിച്ചിട്ടുണ്ട് എന്നാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ ഇന്നത്തെ പരിശോധന 2 തരത്തിൽ നിർണായകമാണ്. ഒന്ന്, ഇവിടെ നിന്നും എത്ര വസ്തുക്കൾ ഏതെല്ലാം അവശിഷ്ടങ്ങൾ കിട്ടുന്നു, മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുന്നു. അതോടൊപ്പം SITയുടെ നീക്കം ഇനി എന്ത്? നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് നേത്രാവതി പുഴയാണ്. സ്നാനഘട്ടയ്ക്ക് തൊട്ട് സമീപമുള്ള നേത്രാവതി പുഴയാണ്. ഇവിടെ ആദ്യം നമ്മൾ എത്തുമ്പോൾ ആ പുഴയുടെ അകത്ത് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. വലിയ തോതിൽ ഭീഷണി നേരിട്ടൊരു പ്രദേശമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ ഇത്തരത്തിൽ ഒരുപാട് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനകത്തെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അല്പസമയത്തിനകം ഈ പ്രവൃത്തി തുടങ്ങിയാൽ, മണ്ണ് കുഴിച്ചുള്ള പരിശോധന തുടങ്ങിയാൽ നമ്മൾ ഇവിടുന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടാവും. മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ മാറ്റി ഇവിടെ മറച്ചു വെച്ചുകൊണ്ടായിരിക്കും ഈ പരിശോധന നടക്കുക. ഏതെങ്കിലും തരത്തിൽ പരിശോധനാ ഘട്ടത്തിൽ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ കൃത്യമായി നിർദ്ദേശം DGP SIT ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. DGP ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ എത്തുവാണെങ്കിൽ ഇത് സംബന്ധിച്ച് ഇതുവരെയുള്ള ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തുവിട്ടേക്കാം. അത് വളരെ നിർണായകമാണ്. എത്രത്തോളം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്, ഈ കേസിൽ എങ്ങനെയാണ് DGP എത്തുകയാണെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങൾ
മാധ്യമങ്ങളെ കാണുമോ എന്നത് നമുക്ക് ശ്രദ്ധയോടെ നോക്കാം. എന്തായാലും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ധർമ്മസ്ഥലയിലെ അന്വേഷണം എത്തിയിരിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളാണ് ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, പ്രാഥമിക ഫോറൻസിക് ഫലം പുറത്തു വരുമ്പോൾ അത് 1ലേറെ മനുഷ്യരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ്. ഒരു പൂർണ്ണ അസ്ഥികൂടത്തിനൊപ്പം ഒരു തലയോട്ടി കൂടിയുണ്ട്, കുറേ അസ്ഥികളുണ്ട്. അപ്പോൾ അത് 1ലധികം പേരുടേതാണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു. മറ്റൊന്ന്, ഈ ശുചീകരണ തൊഴിലാളി മൃതദേഹം മറവ് ചെയ്യുന്നത് കണ്ടു എന്ന സാക്ഷിമൊഴിയുമായി 5ലധികം പേർ ഇപ്പോൾ SITയെ സമീപിച്ചിരിക്കുന്നു എന്നതാണ്. ഈ 2 ഡെവലപ്മെൻറ്റും പ്രധാനമാണ് ഈ കേസിനെ സംബന്ധിച്ച്. ഈ 13ാമത്തെ പോയിന്റിൽ ഇനി പരിശോധന നടത്തുമ്പോൾ എന്തൊക്കെ നിർണായകമായ തെളിവുകൾ കിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.